അല്ലച്ചോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ലൂക്കാച്ചിന് ആ സാക്സഫോൺ അത്ര ഇഷ്ടമാണല്ലോ, പിന്നെ എന്തിനാ അത് ഇവിടെ വെച്ചോണ്ട് പോയേ? അത് ഞങ്ങൾ അങ്ങനെയാ. ഞങ്ങൾ പുരോഹിതന്മാര് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം വേണ്ടാന്ന് വെക്കും. അങ്ങനെ ജീവിച്ചാലേ ഞങ്ങൾക്കൊരു ത്രില്ലുണ്ടാവുള്ളൂ. ദേ ഈ കഴുത്തിൽ തൂങ്ങിക്കിടക്കണ ഇവനെ കണ്ട, ഇവനൊഴികെ ഒന്നും സ്വന്തമാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. എല്ലാം ഇവന് വേണ്ടി വിട്ടുകൊടുക്കാനേ ഞങ്ങൾക്ക് കഴിയൂ. അതിപ്പോ എത്ര പ്രിയപ്പെട്ടതായാലും, സ്വന്തം ജീവനാണെങ്കിൽ പോലും. അങ്ങനെയൊക്കെയാ ഞങ്ങളുടെ ജീവിതം. സബാസ്റ്റ്യൻ എവിടെയായിരുന്നു? എത്ര നേരമായി നോക്കണു? അച്ഛൻ ആരത്? നിങ്ങൾ രണ്ടാളും മുടിയൊക്കെ വെട്ടിയിട്ട് വന്നോ? ഇല്ല, ചീവ വെട്ടിയിട്ടില്ല, ഞാൻ മാത്രമേ വെട്ടിട്ടുള്ളൂ. നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ എന്നെ പേരയ്ക്ക് കഴിപ്പിച്ച് ഇരുത്താൻ നോക്കാണല്ലേ? അല്ലച്ചോ, ഇത് നമ്മുടെ മനു അച്ഛൻ പേരമരത്തിന്റെ മുകളിൽ കയറി പൊട്ടിച്ചതാ. ഇപ്പൊ പിള്ളേരൊക്കെ മനു വെച്ചിട്ടപ്പാ. അവനൊരു മാറ്റവും ഇല്ല അല്ലേ? പണ്ട് തൊട്ടേ അവൻ ഇങ്ങനെയാ, എന്ത് കിട്ടിയാലും കഴിക്കും. ആളൊരു കൊതിയനാ. അല്ലച്ചോ, അപ്പൊ നമ്മുടെ ലൂക്കാച്ചന്റെ കാര്യം? ഞങ്ങൾ അതിനെ പറ്റിയാ സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങള് ഇടുക്കി വാഗമൺ വരെ ഒന്ന് പോകണം. അവിടെ ഗെറ്റ്സമൻ ഹിൽ എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. അവിടെ പണ്ട് ഫാദർ കെന്നഡി ജോൺ വിക്ടർ എന്നൊരു ലാറ്റിൻ പുരോഹിതനുണ്ടായിരുന്നു. അവിടേക്കാണ് ലൂക്കാച്ചൻ അവസാനമായി പോയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അയാള് ഇവിടത്തുകാരനല്ല, ഏതോ ഒരു എക്സോസിസം കേസുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് വന്നതാ. പിന്നെ അയാൾ ഈ നാട് വിട്ടു പോയിട്ടില്ല. നിങ്ങൾ ആ വഴിക്കൊന്ന് അന്വേഷിച്ചു നോക്ക്. ഞാനൊരു ലെറ്റർ തന്നുവിടാം. പിന്നെ ഒരു പ്രശ്നമുള്ളത്, അയാൾക്ക് ഇംഗ്ലീഷ് മാത്രമേ കൈകാര്യം ചെയ്യാൻ അറിയൂ എന്നുള്ളതാ. ഇംഗ്ലീഷാ? നിങ്ങളിൽ ആർക്കാ ഇംഗ്ലീഷ് വശമുള്ളത്? എന്നെ നോക്കണ്ട, എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, എനിക്ക് മീമിക്കാൻ അറിയുള്ളൂ. അല്ല, ആർക്കാണ് ഇംഗ്ലീഷ് വേണ്ടത്? അയ്യോ അച്ഛാ, അച്ഛാ ഇംഗ്ലീഷ് ഒക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളൊരു കാര്യം ചെയ്യും, മനുവിനെ കൂടെ കൂട്ടിക്കോ. നിങ്ങൾക്കൊരു സഹായമാവുകയും ചെയ്യും. ഇന്ന് ഏതായാലും നിങ്ങൾ പോകണ്ട, ഇത്രയും വൈകിയില്ലേ. നാളെ വെളുപ്പിന് 5 മണിക്ക് ഒരു KSRTC ബസ് ഉണ്ട് അങ്ങോട്ട്, അതില് പോവാ. അതിലാവുമ്പോ സീറ്റും കിട്ടും, സുഖമായിട്ട് ഇരുന്ന് അങ്ങോട്ട് പോവാം. എന്നാ ശരി, എല്ലാവരും. ഇവനെന്താ വിട്ടിരിക്കണേ? രണി, നീ എന്താ ഇവിടെ കിടക്കണത്? എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ല ചേട്ടാ. നീ എന്താണെങ്കിലും പറ. ഏയ്, ഞാനോരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച്. ഒന്നുമില്ല ചേട്ടാ, റൂമിൽ പോവാം. എങ്ങോട്ട് പോണു? അല്ല, നിന്റെ പ്രശ്നം എന്താണ്? നമ്മളിപ്പോൾ അച്ഛനെ കണ്ട് സംസാരിച്ച് നാളെ രാവിലെ നമ്മൾ ഇടുക്കിയിലേക്ക് പോവുകയാണ്, വാഗമണിലേക്ക് പോവുകയാണ്. പിന്നെന്താ നിനക്ക് പ്രശ്നം? രാവിലെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ഓർമ്മ ദിവസമായിരുന്നു. രാവിലെ അമ്മയും അപ്പച്ചനും പള്ളിയിലൊക്കെ പോയി മെഴുതിരെത്തിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ വിശേഷം പറയാൻ വിളിച്ചാണ്. എല്ലാ വർഷവും ഞാൻ അവിടെ ഉണ്ടാവാറുണ്ട് ദിവസം. അതിപ്പോൾ എത്ര തിരക്കാണെങ്കിലും ഞാൻ ഉണ്ടാവേണ്ടതായിരുന്നു.
അമ്മയ്ക്ക് അറിയാം ഞാനൊരു നല്ല കാര്യത്തിനാണ് പോയേക്കണെന്ന്. എല്ലാം അറിയാം. പക്ഷെ എല്ലാ വർഷവും അവിടെ ഉണ്ടായിട്ടേ ആദ്യമായിട്ടൊരു ദിവസം അവിടെ ഇല്ലാണ്ടായപ്പോൾ എനിക്കെന്താ പോലെ. ചേട്ടനറിയോ, നമ്മുടെ ലൈഫിൽ ഒരാളില്ലാണ്ടാവുമ്പോഴാണ് നമുക്കുള്ള വില അറിയുന്നത്. സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു പ്രത്യേകതരം വിങ്ങലാണ്. വളരെ കുറച്ച് നാൾ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് ഇപ്പോൾ ഇല്ലാണ്ടായപ്പോഴേ ഞാൻ ഇല്ലാണ്ടായ പോലെ. ഈ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാലല്ല, അത് ഭയങ്കര സംഭവം കേട്ടോ. അപ്പച്ചൻ, അമ്മ, അനിയത്തി, അങ്ങനെ എല്ലാം നമ്മുടെ വീട്ടുകാരൊക്കെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ നമ്മൾ ശരിക്കും സ്വർഗത്തിലുള്ള പോലെ തന്നെ കേട്ടോ. മച്ചാനെ, നമ്മൾ ഈ മരിച്ചവരെ കുറിച്ച് ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ എല്ലാ ദിവസവും അവർക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കുക. പള്ളിയിലൊക്കെ പോകുമ്പോൾ ശെമിത്തേരിയിൽ ഒരു മെഴുകുതിരിയൊക്കെ കത്തിക്കുക. കുടുംബ പ്രാർത്ഥനയിൽ അവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. വർഷത്തിൽ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു കുർബാന ചൊല്ലിക്കുക. നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത്. മനസ്സിലായോ? എല്ലാം റെഡിയാവും. റെഡിയാവേണ്ട ഇവിടെ പോണ്. മച്ചാൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും. എൻ്റെ അപ്പച്ചനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എൻ്റെ അപ്പച്ചൻ എന്നെ വിട്ടു പോയി കഴിഞ്ഞപ്പോൾ, എൻ്റെ കുടുംബത്തെ വിട്ടു പോയി കഴിഞ്ഞപ്പോഴും നല്ല വിഷമമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് എന്ത് കാര്യം? ഞാനിപ്പോൾ അതൊക്കെ മറന്നപ്പോൾ എന്തായി? ഞാൻ ബോട്ട് വാങ്ങിച്ച് ഞാൻ പഴയതിനേക്കാളും കുറച്ചുകൂടി ആക്റ്റീവായി. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ് എൻ്റെ വീടിന് വേണ്ടിയിട്ട് എല്ലാം ഞാൻ ചെയ്തു. മച്ചാൻ അതുപോലെ ചിന്തിച്ചാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, അപ്പൻ്റെ ഓർമ്മ ദിവസം അന്ന് ഞാൻ പള്ളിയിലുണ്ടായിരിക്കും. അതെന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും തിരക്ക് വന്നാലും ഞാനവിടെ ഉണ്ടാവും. എന്തൊക്കെയാണെങ്കിലും റെഡിയാവും മച്ചാനെ. അത് വിട്. മച്ചാനോട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. കൊച്ചി കിടക്കണ ഞാനിപ്പോൾ തൃശ്ശൂരെത്തി. സാധാരണ ഞാൻ വിചാരിച്ച് മച്ചാൻ 2 ദിവസം കഴിയുമ്പോൾ പോകുന്ന. പക്ഷെ മച്ചാൻ പോയില്ല. ഇതിൻ്റെ പിന്നിൽ വലിയൊരു കാരണമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മച്ചാനെ പറയാൻ പറ്റണതാണെങ്കിൽ പറയാ, അല്ല കുഴപ്പമൊന്നുമില്ല. നമ്മ കൊച്ചുകാർ സേവളവരാണ്ട, അതുകൊണ്ടാണ് ചോദിക്കണത്. കേട്ടാ? അത് പിന്നെ സെബനേട്ടൻ ഞാനൊരു 2 വർഷം. ആന്റണി, നീ രാത്രി ഇവിടെ വന്നിരിക്കണ? എടേ, ഇതൊരു സെമിനാരിയാണ്. ഇവിടെ ഇങ്ങനെ ഒന്നും ഇരിക്കാൻ പാടില്ല. അകത്തേക്ക് പോയിക്കേ. അത് പിന്നെ ഞങ്ങൾ നാളെ പോകേണ്ട കാര്യം ഇങ്ങനെ സംസാരിച്ചു പോയതാ. അതൊക്കെ റൂമിൽ പോയിട്ട് സംസാരിച്ചാൽ മതി. ഒത്തിരി സമയം ഉണ്ടല്ലോ. അകത്തേക്ക് കയറിച്ചില്ലേ? രാത്രി സന്ധ്യ സംഭാഷണത്തിൽ വന്നേക്കണ മാതിരി. നാളെ ബസ്സിൽ പോകുമ്പോ സംസാരിക്കാം. പോയി കിടന്നുറങ്ങും. ചെല്ലി പോയി കിടന്നുറങ്ങി രണ്ടുപേരും. നാളെ രാവിലെ 5 മണിക്ക് പോകേണ്ടതാണ്.
അപ്പൊ മക്കൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും ട്ടാ. ആ അച്ഛാ. ഗോഡ് ബ്ലസ് യു. മനു ഓക്കെ അച്ഛാ, പോയിട്ട് വരാം. ശരി അച്ഛാ. നേരം മറയെ ദൂരം അകലെ കാണാക്കനവിൽ ഉണരും നാം. രാവിൻ പടവിൽ നീളും വഴിയിൽ കാലം കഥകൾ എഴുതുന്നു.